നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബിരിയാണിയാണ്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇത് 4 കിലോ ചിക്കനാണുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒരു 5 to 6 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വറുത്ത് എടുക്കാവുന്നതാണ്. ചിക്കൻ കഴിവതും കൈക്ക് തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നമുക്ക് റെഫ്രിജറേറ്ററിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനപ്പോൾ ഇന്ന് ഇത് പുരട്ടി വെച്ചിട്ട് നാളെ നമ്മൾ ഇത് വറക്കത്തുള്ളൂ. നാളെയാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കട്ട് ചെയ്തേക്കുന്നത് ബിരിയാണിക്ക് പറ്റിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് റെഫ്രിജറേറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ഉണ്ട വെളുത്തുള്ളി പൊളിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 10-12 പച്ചമുളക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പേസ്റ്റ് രൂപേണ നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട്. ബിരിയാണി അരി വേവിക്കുന്നതിന് കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുരുമുളക്, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, കറുത്ത ഏലക്ക, ജാതിപത്രി, പെരിഞ്ചീരം, ഇത്രയും സാധനം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നല്ലപോലെ വെച്ച് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുതിർത്തി അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് 1 മണിക്കൂർ കുതിർത്തി വെച്ചിരുന്ന വെച്ചാൽ അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേകൂട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതൊരു 70 to 80% കുക്കായാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ ആയിക്കോളും. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മളൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പ്ലസ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറുത്ത മുന്തിരി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന
സവാള ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് ഇത്. റെഫ്രിജറേറ്ററിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു വശം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടു. ചിക്കൻ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഇട്ട് ഈ സവാളയും അല്ലെങ്കിൽ ഈ മസാല ഉണ്ടാക്കിയെടുക്കുന്നത് അതീവ രുചിയാണ്. അപ്പം എല്ലാവരും ഈ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വറുത്തെടുക്കുകയാണെങ്കിൽ ആ എണ്ണയിൽ തന്നെ ഈ മസാല ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് പുതിനയില, മല്ലിയില എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കാൻ പോണത് കസൂരി മേത്തിയാണ്. നന്നായിട്ട് വറുത്ത കസൂരി മേത്തിയാണ്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 തക്കാളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തീയൊക്കെ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കട്ട തൈര് ചേർത്ത് നോക്കാം.
അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച സവാളയിൽ പകുതി സവാള ഈ ചിക്കൻ മസാലയ്ക്കകത്തേക്കും ബാക്കി പകുതി സവാള ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേളിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മസാലയ്ക്കകത്തുനിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റാം. ഈ ഗ്രേവി നമുക്ക് ഈ ചിക്കൻ മസാലയുടെ മേളിലേക്ക് നമ്മൾ ബിരിയാണി റൈസ് ഇട്ടതിന് ശേഷം അതിൻ്റെ കുറച്ച് ഗ്രേവി കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഗ്രേവി ഇവിടെ എടുത്ത് മാറ്റി വെക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോറ് ഇതേകൂട്ടൊന്ന് നിരത്തി കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ ബേ ലീഫൊക്കെ എടുത്ത് കളയാവുന്നതാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഗ്രേവിയാണ്. ഇനി ഇതിനകത്തേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം, പുതിനയില ഇട്ട് കൊടുക്കാം, ആ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തുണ്ട് അത് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആറ് മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മൂടി ഉപയോഗിച്ച് ഒന്ന് മൂടിയതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. വെയിറ്റ് വെച്ച് കൊടുത്ത് അടിയിൽ നമ്മളൊരു ചെറിയ തീ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മേളിലും കുറച്ച് ചിരട്ട കല്ല് കത്തിച്ചിടും. നമ്മുടെ ഈ ചെമ്പിൻ്റെ മേളിൽ കുറച്ച് ചിരട്ട കത്തിച്ചിട്ടുണ്ട്. അതിപ്പോൾ കാണാമെങ്കിൽ കനലാവും. അത് ഒരു അരമണിക്കൂർ ഇങ്ങനെ കിടന്നതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ കൂടെ വെച്ചതിന് ശേഷം നമുക്കെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡീപ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ പപ്പടം, കച്ചമ്പർ, നാരങ്ങ അച്ചാർ ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു പിടി പിടിക്കാം.
അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടമൊക്കെ കൂട്ടി അങ്ങോട്ട് പിടി അങ്ങോട്ട് പിടിച്ച് ഇതിൽ നിന്ന് ഇച്ചിരി കച്ചമ്പറും കൂടെ ഒക്കെ എടുത്ത് ചിക്കൻ്റെ ഒരു പീസ് ഇതിൻ്റെ വായിൽ നിന്ന് വെള്ളം വരും. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടുണ്ട്. നമുക്ക് പ്രത്യേക ടേസ്റ്റാണ്. ചിക്കൻ മസാല ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.